നമസ്കാരം. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ബജാജ് M80, അതല്ലെങ്കിൽ ഹോണ്ട സ്ട്രീറ്റ്, ഹോണ്ട അല്ല ഹീറോ ഹോണ്ട സ്ട്രീറ്റ്, അതല്ലെങ്കിൽ TVS എക്സൽ, അങ്ങനെയുള്ള വണ്ടികൾ, മോപ്പഡുകളല്ല ഞാൻ പറയുന്നത്. അതായത് പെഡലില്ലാത്ത എന്നാൽ സ്കൂട്ടറുകൾ, സ്റ്റെപ്പ് ത്രൂ പോലെ. ആ സ്കൂട്ടറുകളുടെയൊക്കെ ഒരു ഇലക്ട്രിക് വേർഷൻ വന്നിരുന്നെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ചിലരെങ്കിലും. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ചില ആളുകളുടെയെങ്കിലും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഒരു കമ്പനി പ്രാവർത്തികമാക്കിയേക്കാണ് ഒരു ഇലക്ട്രിക് വേർഷൻ ഇറക്കിയുണ്ട്. വലിയ വീലുകളുള്ള TVS എക്സലിൻ്റെ സെയിം 16 വീലുകളുള്ള ഒരു വണ്ടി. ബൈക്കും അല്ല, സ്കൂട്ടറും അല്ല, എന്നാൽ അതിൻ്റെ ഇടയിലുള്ള വണ്ടി ക്രോസ് ഓവർ എന്ന് വിളിക്കുന്നത്. ഞാൻ മോപ്പഡ് എന്ന് പറയാറ്. മോപ്പഡ് എന്ന് പറയുമ്പോൾ മോട്ടറും പെഡലും കൂടിയതാണ്, മോപ്പഡല്ല ഇത്. ഇതിന് നമുക്ക് സ്റ്റെപ്പ് ത്രൂ എന്നൊക്കെ പറയാം. എന്തായാലും ഒരു മലയാളിയാണ് ഈ കമ്പനിയുടെ അമരത്തിരിക്കുന്നത്, ആലപ്പുഴക്കാരനാണ്. പുള്ളിയുടെ ആ ഒരു നേതൃത്വത്തിൽ ഒരു ഇലക്ട്രിക് വണ്ടിയായിട്ട്, ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ പോലെ ഒരു വണ്ടി ഇറക്കാതെ അതിൻ്റെ ഇടയിലുള്ള ഒരു ക്രോസ് ഓവർ പോലുള്ള വണ്ടിയായിട്ട് അവർ ഇറക്കിയേക്കാണ് N-First എന്നതിൻ്റെ പേര്. N-First എന്ന് പറയാൻ കാരണം ന്യൂമറസ് ഫസ്റ്റ് എന്ന് അവർ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് അല്ല, ഇവരുടെ രണ്ടാമത്തെ വണ്ടിയാണിത്. ഈ കൈൻഡ് ഓഫ് വണ്ടി ഒന്നാമതാണ്. എന്നാലും ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാൻ പോവാം. ഇതിൻ്റെ ഒരു വിർച്വൽ ടൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിൽ ചില സാധനം നമുക്ക് N-Firstനെ ഒന്ന് നടന്ന് കാണാം. ഇതിൻ്റെ സവിശേഷതകൾ പറയാം, ഇതിൻ്റെ വ്യത്യാസങ്ങൾ പറയാം, ഇതിന് എന്താണ് പ്രത്യേകതകൾ പറയാം. ഞാൻ ഈ വണ്ടി ആദ്യം കണ്ടപ്പോൾ ഓക്കെ, ഒരു സാധാരണ ഇലക്ട്രിക് വണ്ടി, ഇപ്പോൾ കൂണ് പോലെ മുളച്ചു പോകുന്ന കുറേ ഇലക്ട്രിക് കമ്പനികളുണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ, ബാംഗ്ലൂർ. ഓക്കെ, അതിനിടയിൽ വന്ന ഒരു കമ്പനി എന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഓടിച്ചപ്പോൾ സർപ്രൈസിംഗ്ലി രസമുണ്ട് ഓടിക്കാനായിട്ട്. അതിനെക്കുറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത് റെഡാണ്, ഒരു വൈറ്റ് കൂടി ഇവിടെ ഉണ്ട്. മൊബൈൽ കണക്ടിവിറ്റി ഒക്കെ ഇലക്ട്രിക് ബൈക്കുകളുടെ ഭാഗമാണ്, ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഭാഗമാണ്, അത് എന്ത് കാണാം. എന്നാലും ഈ വണ്ടിയുടെ ചെറിയൊരു പ്രത്യേകതകൾ നമുക്ക് പറയാം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങൾ ആദ്യമേ കൃത്യത വരുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ വിലയാണ് ഒന്ന്. 64,999 രൂപ എക്സ്ഷോറൂം പ്രൈസിലാണ് ഇവർ ഇറക്കിയത് വണ്ടി. ഇതിന് 5 വേരിയൻ്റ് ആണ്. ആദ്യ വേരിയൻ്റെ വിലയാണത്. ഓക്കെ, ടോപ്പ് എൻഡ് 84,000 രൂപയോളം വരും. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഡെലിവറി ബോയ്സിനും അല്ലെങ്കിൽ പല പല ഉപയോഗങ്ങൾക്കും ഒക്കെ പറ്റിയൊരു വണ്ടിയായിട്ട് ഇതിനെ കാണാവുന്നതാണ്. കേരളത്തിൽ ഡീലർഷിപ്പ് ഉണ്ട്. ഞാൻ ഇന്നലെ കുറേ പേരെ കേരളത്തിലെ ഡീലർഷിപ്പിലെ ആളുകൾ കണ്ടു. അവർ ഡീലർഷിപ്പ് എടുക്കാനായിട്ട് വണ്ടി കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ലുക്കിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ, പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്താ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്, ഈ ഒരു സീറ്റ് രണ്ട് സീറ്റാണ്. ഇപ്പോൾ നമ്മൾ M80 നമ്മൾ പറയാറുണ്ട്, നമ്മളതിൻ്റെ ഉപയോഗം എന്താ, അവിടെ കരിയർ വെച്ച് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു ഉപയോഗം ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ സ്പേസ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാണാവുന്ന ഒരു പ്രാക്ടിക്കൽ വണ്ടിയായിട്ട് കാണാവുന്ന രൂപമാണ്. ഞാൻ പറയുന്നത് ക്യൂട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഭംഗിയുള്ള വണ്ടിയാണെന്നല്ല. ക്വാർക്കിയാണ്. ഓക്കെ, ക്വാർക്കിയാണ്, വിയേഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കാലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയുമ്പോൾ 109 കിലോമീറ്റർ റേഞ്ചാണ് ഈ വണ്ടിക്ക് പറയുന്നത്. 3 kWh ബാറ്ററി ഉണ്ട്. ഏറെക്കുറെ 2.5 kWh പവറും 34 Nm ടോർക്കും ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതൊക്കെ കൂടി ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓടിക്കാനുള്ള ഒരു ഫണ്ട് കാര്യം വണ്ടി ഓടിക്കും പറയാം. എന്തെങ്കിലും ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ സീറ്റ് അല്ലെങ്കിൽ സീറ്റുകൾ, അതായത് ഇതിൻ്റെ ഒരു രൂപം, ഈ സൈഡ് പ്രൊഫൈൽ, ഇവിടെ കാണുന്ന ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കൗതുകമായിട്ട് ഞാൻ പറയുന്നത്. കൗതുകം എന്ന് പറയാൻ കൂടുതൽ പ്രാക്ടിക്കാലിറ്റി ആയിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. അതായത് സ്റ്റോറേജ് സ്പേസ് ഉള്ള വണ്ടിയാണിത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാവി ഇങ്ങനെ പിടിച്ച് തുറന്നാൽ ഇതിങ്ങ് തുറക്കാം. ഇത് ഹിഞ്ച് ചെയ്ത് ഫ്രണ്ടിലേക്കാണ്. ഇവിടെ ബാറ്ററി കാണാം. ഈ ബാറ്ററി ഓപ്പൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഊരാനായിട്ട് ഒരു ക്ലാമ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഇത്തിരി റുഡിമെൻ്ററി ആണ്. എന്നാലും ബാറ്ററി വലിയ ബാറ്ററിയാണ്. 3 kWh ബാറ്ററിയാണ്. ചാർജർ വെക്കാനായിട്ട് സ്ഥലമുണ്ട്. ചാർജർ വെച്ചിട്ടുണ്ട്. ഇത് അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാവി ഒന്നുകൂടി അകത്തി തിരിച്ചാൽ ഇത് തുറക്കാം. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. അതായത് ഈ കീയുടെ മുകളിൽ ഇത് തുറക്കുന്ന മാർക്കിംഗ് കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞ പ്രീ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ്. അതിന് വരുമ്പോൾ അത് കാണുമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സീറ്റുകൾ തുറന്ന് ഇവിടെ ഒരു കേബിൾ കൂടി ഉണ്ട് കാണിക്കണം. ഈ കേബിൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെ കണ്ടോ, ഈ താഴെ നമുക്കൊരു കമ്പാർട്ട്മെൻറ്റ് കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ 3 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഈ 3 കമ്പാർട്ട്മെൻറ്റ് സ്റ്റോറേജ് സ്പേസുകളാണ്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുപ്പിയൊക്കെ വയ്ക്കാം. ഒരു മൊബൈൽ ഡോക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചാർജിങ് പോർട്ട് 5 വോൾട്ടിൻ്റെ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റായി. ഈ സ്വിച്ചുകളുടെ ക്വാളിറ്റി നല്ലതാണ്. ഫോളോ മീ ഹോമും അതുപോലെ നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു ടൈമിങ്ങും മോഡും ഒക്കെ കാണാം. ഇപ്പോൾ ഈക്കോ നോർമൽ സ്പോർട്സ് മോഡുകൾ കണ്ടിട്ടുണ്ട്. റിവേഴ്സ് അസിസ്റ്റ് ഒക്കെ ഓൾറെഡി എന്തായാലും ഉണ്ട്. ക്ലസ്റ്റർ കൊള്ളാം, അത്യാവശ്യം കാര്യങ്ങളുള്ള ക്ലസ്റ്ററാണ്. ഇൻഡിക്കേറ്ററും ഹോണും ഈ ഒരു ഡിപ്പറും കാണുന്ന കാര്യങ്ങളുണ്ട്. ബൈക്കിൻ്റെ പോലത്തെ ഹാൻഡിലാണ്. ഓക്കെ, വലിയ വീലാണ്, 16 ഇഞ്ചാണ്. ഇത് എക്സലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TVS എക്സലിൻ്റെ വീലും 16 ഇഞ്ചാണ്. അപ്പോൾ രണ്ട് വണ്ടികളുടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലായില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു സൈസ് ലൈറ്റാണ്, കോമ്പാക്റ്റ് ആണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു വിയേഡ് വണ്ടി. അതാണ് ഈ ന്യൂമറസിൻ്റെ N-First എന്നുള്ളതാണ്. മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്ക് തന്നെയാണ്. കോമ്പി ബ്രേക്ക് ഉണ്ട്. LED ലൈറ്റ്സ് ആണ് ഓൾ അറൗണ്ട്. പാർട്സൊക്കെ നമുക്കറിയാം, ഓരോ വെണ്ടറുടെ കയ്യിൽ നിന്ന് വരുന്ന പാർട്സുകളാണ്. നല്ല പാർട്സുകളാണ്. ഈ ലൈറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. സ്വിച്ച് ഗിയർ ക്വാളിറ്റി ഉണ്ട്. ഈ പാനൽ കാണുമ്പോൾ ക്വാളിറ്റി ഉണ്ട്, നേരിട്ടാണ് നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് മിഡ് മൗണ്ട് PMSM ആണ്, പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ. ഓക്കെ, അത് ചെയിൻ ഡ്രൈവാണ്. വലിയ സ്പ്രോക്കറ്റാണ്. അപ്പോൾ ലോ ആൻഡ് ടോർക്കും അല്ലെങ്കിൽ
സിറ്റിയിൽ ഓടിക്കാനും എളുപ്പത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഈ ടോപ്പിൻ്റെ മോഡലിന് മാത്രമാണ് 70 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് ഉള്ളത്, മറ്റത് 45-50 ആ ലെവലാണ്. എന്തായാലും ഈ വണ്ടിയുടെ ഒരു റൈഡബിലിറ്റി എന്ന് പറയുന്നത് വലിയ വീലും വലിയ അലോയ് ഡിസൈനും അല്ലെങ്കിൽ ചെറിയ പ്രൊഫൈൽ ആ വീലാണെങ്കിൽ കൂടി ഉയരമുള്ള വണ്ടി എന്ന നിലയ്ക്ക് നല്ലതായിരിക്കുമെന്നാണ് കരുതുന്നത്. അതിനെക്കുറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പറയാനുള്ളൂ. എന്തായാലും ഈ സ്വിംഗ് ആം അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഈ അലോയ് വീല് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള വീലാണ്, ഇവരുടെ കസ്റ്റം ഡിസൈനാണെന്ന് പറഞ്ഞു. അതും ഒരു കാര്യമായിട്ട് കാണാം. എനിക്ക് പിന്നിലെ ലൈറ്റിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ ഈ സെലക്ഷനൊക്കെ നല്ലതായിട്ട് തോന്നി. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഹാൻഡിലിൻ്റെ മുകളിൽ ലൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ആ സ്ട്രീറ്റ് വൈബോ അതല്ലെങ്കിൽ M80 വൈബോ അതല്ലെങ്കിൽ TS X വൈബോ കിട്ടിയേനെ. ഇതൊരു ഇത്തിരി മോഡേൺ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മോഡേണും അല്ല ഓൾഡും അല്ല എന്നുള്ള നിലയ്ക്കാണ് വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഈ പാനലുകൾ വൈറ്റിനേക്കാളും റെഡാണ് കാണാമെന്ന് ഞാൻ പറയും. പിന്നെ മിററുകൾ നമ്മൾ യൂണിക്കോണിൽ കണ്ട മിററാണ്, സെയിം മിററാണെന്ന് പറയാൻ ചോദിച്ചു. ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിച്ചു. അവരെല്ലാ കാര്യത്തിനും കറക്റ്റായിട്ട് ഫീഡ്ബാക്കായിട്ട് ഉത്തരം തന്നു. അതൊക്കെ നല്ല കാര്യമാണ്. ഓക്കെ, ഒരു പുതിയ കമ്പനി ഒരു വണ്ടി ഉണ്ടാകുമ്പോൾ അതിന് ബാലാരിഷ്ടതകൾ ഉണ്ടാവും, അത് നമുക്കറിയാം. എന്നാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇങ്ങനൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു മാത്രമല്ല അതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ റൈഡബിലിറ്റി നന്നാക്കി എടുത്തു എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ഈ വണ്ടിയുടെ ഒരു പ്രധാന USP എന്ന് പറയുന്നത് പ്രൈസും ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പല വണ്ടികൾ കണ്ടിട്ടുണ്ട്, യുളു ഒക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കൊച്ചിയിൽ അതൊക്കെ ഓടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഡെലിവറി ബോയ്സ് 150 കിലോമീറ്റർ റേഞ്ച് നല്ല റേഞ്ചാണ്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 3 kWh ബാറ്ററിക്ക് ഏറെക്കുറെ 8 മണിക്കൂറാണ്. പിന്നെയുള്ളത് ചെറിയ ബാറ്ററി 2.5 ആണ്. അത് എന്തായാലും അതിനേക്കാൾ കുറച്ച് സമയമായിരിക്കും. എന്തായാലും വാങ്ങുകയാണെങ്കിൽ ഈ ടോപ്പ് എൻഡ് മോഡൽ മേടിക്കണം എന്നാണ് പറയാനുള്ളത്. അതായത് ഇതിനാണ് എല്ലാ ബെൽസ് ആൻഡ് വിസിൽസും ഉള്ളത്, കൂടാതെ ഇതിനാണ് റേഞ്ചും കൂടുതൽ. ഇനി ഇത് വാങ്ങാൻ പോകുന്ന ആളുകളുടെ പ്രധാന കൺസേൺ എന്തായിരിക്കും? ഇത് വാങ്ങിയാൽ പണി കിട്ടുമോ? ന്യൂമറസ് എന്ന് പറഞ്ഞാൽ പുതിയ കമ്പനിയുടെ പുതിയ വണ്ടിയിലെന്നൊക്കെ ആയിരിക്കില്ലേ. അവർ 5 വർഷവും അല്ലെങ്കിൽ 60,000 കിലോമീറ്ററും ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കറുകൾ കാണാം, 3 എന്ന് എഴുതിയത് 3 കിലോവാട്ട് ആണെന്നാണ്. 2.5 കിലോവാട്ട് പവറും 3 kWh ബാറ്ററിയാണ്. ഈ അലോയിലിൻ്റെ സ്പോക്കെല്ലാം കണ്ടില്ലേ, ഇതാണ് ഫ്രണ്ട് മഡ് ഗാർഡ്. ഈ LED ഹെഡ് ലാമ്പ്സ് എന്ന് പറയുന്നത് ഡിമ്മും ബ്രൈറ്റും തന്നെയാണ്. പിന്നെ ഇതിന് ഫോളോ മീ ഹെഡ് ലാമ്പ് എന്ന ഒരു സംഗതി ഉണ്ട്, കാറിൻ്റെ പോലെ ഓൺ ആക്കിയിട്ട് നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഈ മീറ്റർ ക്ലസ്റ്റർ ലളിതമാണ്, പക്ഷേ അതിനകത്ത് ടെമ്പറേച്ചർ മീറ്റർ ഞാൻ കണ്ടു. ഓക്കെ, ഇവർ ബാറ്ററിയുടെ തെർമൽ എഫിഷ്യൻസി ഒക്കെ ഭീകരമാണെന്നാണ് പറയുന്നത്, നല്ല കാര്യം. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു ഹുക്കുകളൊക്കെ തന്നെയും പ്രാക്ടിക്കാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് കാണാം. ഈ സീറ്റിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, സീറ്റിൻ്റെ കുഷൻ ഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെലസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ എന്നുള്ളത് നല്ല കാര്യമായിട്ട് കാണാം. ഈ കൗള് കൊടുത്തേക്കുന്നതും ഈ ഹെഡ് ലാമ്പും തമ്മിൽ ചേരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ 2 വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, കാറ് പോലെ തോന്നി, അല്ലെങ്കിൽ കാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് പറയാം. അതായത് ഒരു വീതി കുറവായിട്ടൊരു വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു റിവർ ഇന്ത്യ പോലുള്ള റാഡിക്കൽ ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ കണ്ടു. അപ്പോൾ TVS X നമുക്ക് ഇഷ്ടമാണ്, M80 നമുക്ക് ഇഷ്ടമായിരുന്നു, ഹീറോ ഹോണ്ട സ്ട്രീറ്റ് നമുക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ലുക്കുകളും ആളുകളുടെ ഉള്ളിലേക്ക് ഗ്രോ ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ലുക്ക് എന്ന് പറയുന്നത് എപ്പോഴും സബ്ജക്റ്റീവാണ്, ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ആയിരിക്കും കൂടുതൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ചുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എന്നാൽ ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടി, സേഫ് ആയിട്ടുള്ള വണ്ടി എന്ന് കൂടി പറയാം. കാരണം ഉയരം കൂടുതലാണ്, അതുപോലെ വീല് വലുതാണ്, കുണ്ടും കുഴികളും പേടിക്കേണ്ട എന്നുള്ള ഗുണങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർന്നൊരു വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ന്യൂമറസിൻ്റെ ഈ N1 കാണുന്നത് കേട്ടോ. ഓക്കെ, പാനലുകളൊക്കെ കൊള്ളാം. ഈ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ബിൽഡ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, 64,000 രൂപയുടെ വണ്ടി എന്ന നിലയ്ക്ക് കാണുമ്പോൾ ഇതെല്ലാം അവർ നെയിൽഡ് എന്ന് പറയാം. അതായത് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഷേപ്പാണ് എനിക്കൊരു ഇത്തിരി ഒരു ഓക്വേർഡായിട്ട് അല്ലെങ്കിൽ ഷേപ്പിൻ്റെ ഒരു കാര്യം മാത്രമായിട്ട് ഒരിത്തിരി പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഇവരോട് ഇത് ഏതാണ് പൊസിഷനിങ്, എവിടെയാണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ ആളുകൾ ചോദിക്കണ്ടായി. എല്ലാവരും കൃത്യമായിട്ട് ഉത്തരവ് തന്നിട്ടുണ്ട്. ലേഡീസിന് വേണ്ടിയുള്ള വണ്ടി എന്ന് അവർ പറഞ്ഞു. ലേഡീസിന് വേണ്ടിയാണോ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ലൈറ്റ് വെയിറ്റ് ആണെന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പുതിയ വണ്ടി എന്ന നിലയ്ക്ക്, ഒരു പുതിയ കമ്പനി ഇറക്കുന്ന ഒരു പുതിയ വണ്ടി എന്ന നിലയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ വലിയ സ്കെപ്റ്റിക്കലായിട്ട് കാണേണ്ട കാര്യമില്ല, ഒരിത്തിരി ഓപ്പൺ മൈൻഡായിട്ട് കാണാം. എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറിക്ക് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ചെറിയൊരു ഓട്ടാങ്ക് വേണ്ടിയിട്ടും ചുമ്മാ സിറ്റി റൈഡിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു TVS X ഇലക്ട്രിക് ആയ വണ്ടി എന്ന നിലയ്ക്കൊക്കെ നമുക്കിതിനെ കണ്ടാലും നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് കാണാനുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് കോമ്പി ബ്രേക്കാന്ന് പറഞ്ഞു, ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന സംഗതി കൊടുത്തിട്ടുണ്ട്, പാർക്ക് ബ്രേക്ക് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഇരുവശത്ത് റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. ഇപ്പോൾ ആപ്പ് ബേസ്ഡ് ആണ്. ഇപ്പോൾ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ എന്നുള്ളതും ജിയോ ലൊക്കേഷൻ പോലുള്ള കാര്യങ്ങളും എവിടെയാണ് വണ്ടി എന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ളതൊക്കെ കാര്യമായിട്ട് കാണാം, റേഞ്ച് കാണാം, എല്ലാം കാണാം. അപ്പോൾ അതൊക്കെ പുതിയ വണ്ടികളുടെ കാര്യമാണ്. ഇലക്ട്രിക് വണ്ടികളിൽ ഏറ്റവും ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ടെലിമാറ്റിക്സും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളതാണ്. അതൊക്കെ ഈ വണ്ടിക്കും ചെയ്തിട്ടുണ്ട്. ഇനി പറയാനുള്ളത് റൈഡ് എക്സ്പീരിയൻസ് ആണ്. റൈഡ് എക്സ്പീരിയൻസ് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ വന്നപ്പോൾ ഈ വണ്ടിയുടെ ആദ്യത്തെ ലോഞ്ച് കണ്ടപ്പോൾ, ഇതിൻ്റെ മൊത്തം രൂപം കണ്ടപ്പോൾ ഓക്കെ, ഒരു സാധാരണ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു കമ്പനി ഇറക്കിയ വണ്ടി അത്രേ കണ്ടുള്ളൂ. കാരണം കൂണ് പോലെ മുളച്ചു പോകുന്ന കമ്പനികൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ സീരിയസ് ആയിട്ടുള്ള അൾട്രാ വൈലറ്റ് പോലുള്ള അല്ലെങ്കിൽ E3 പോലുള്ള കമ്പനികളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇറങ്ങി വന്നപ്പോൾ ഇതിൻ്റെ അമരത്തെ ആളോട് ഞാനതിനെക്കുറിച്ച് സംസാരിച്ചു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, എന്താണ് ലക്ഷ്യം? അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു സാധാരണ വണ്ടിയാണെന്ന് തോന്നി. അതായത് സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വെയിറ്റ് ഇല്ലാത്ത എന്നാൽ വളരെ നിമ്പിളായിട്ട് സിറ്റിയിലൂടെ കൊണ്ടുനടക്കാവുന്ന, തീരെ ബുദ്ധിമുട്ടിലാണ് ഓടിക്കാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ലേഡീസിനും അതായത് സാധാരണക്കാർക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇത് ഓടിക്കാനെടുത്തത്. ഇത് ഓടിക്കാനെടുത്തപ്പോൾ
എൻ്റെ കണക്ക് കൂടുതൽ തെറ്റിയെന്ന് പറയാം. ഒരു ഹോണ്ട നാവി വൈബ് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ക്യുക്കാണ് വണ്ടി. ക്യുക്ക് എന്ന് പറയുമ്പോൾ അണ്ടർ 70 കിലോമീറ്ററാണ് ഇത് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിൻ്റെ 60 കിലോമീറ്റർ വരെ പോയിട്ടുള്ളൂ, കാരണം അതിന് കൂടുതൽ ഓടിക്കാനുള്ള റോഡ് കിട്ടിയില്ല. എന്നാലും സമയം എടുക്കുന്നുണ്ട്. അതായത് ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം ടു റീച്ച് 70. പിന്നെ ഇതിൻ്റെ ഒരു ത്രോട്ടിൽ ക്രിസ്പാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ത്രോട്ടിൽ കട്ടാവുന്നില്ല. വെരി ഗുഡ്. അതായത് ഓലയൊക്കെ ഓടിച്ച ആൾക്കാർക്ക് അറിയാം എന്തുമാത്രം അനോയിങ് ആണ്. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അപ്പോൾ തന്നെ കട്ടായി കഴിഞ്ഞാൽ വീഴാൻ പോകുന്ന കാര്യം കണ്ടാവും. അതിനകത്തില്ല. പിന്നെ സ്റ്റെപ്പ് ത്രൂ ആണ്. നമ്മൾ കാല് മുകളിലാണ് വയ്ക്കുന്നത്. മുകളിൽ വെച്ച് നമുക്ക് ഓടിക്കുമ്പോൾ ശരിക്കും 2 കാല് വയ്ക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അത് നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ ഈ മൊബൈൽ ലോക്കൊക്കെ ആക്സിഡൻറ്റ് കണ്ടാൽ അതൊന്നും വലിയ കാര്യമായിട്ട് കണ്ട. പിന്നെ മോഡുകൾ 3 മോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എല്ലാ ഇലക്ട്രിക് വണ്ടിക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ സ്പോർട്ട് മോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം സിറ്റിയിൽ നമുക്കിങ്ങനെ സിപ്സ് അപ്പ് സൂമായിട്ട് പോകാൻ പറ്റിയ വണ്ടിയായിട്ട് എനിക്ക് തോന്നി. വീലുകളുടെ വലിപ്പം എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റി സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാലും ഭീകരമായ റൈഡ് ക്വാളിറ്റി അല്ല, ഒരു സ്റ്റിഫറായിട്ട് തോന്നി. പക്ഷേ സസ്പെൻഷൻ ബാക്കിലെ ഷോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് തോന്നുന്നു പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ പഴയ വണ്ടികളും കണ്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹാൻഡിൽ ബാർ വൈഡാണ്, പിടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വന്നേക്കുന്നത് ഈ കൈയിനൊരു ഒത്തിരി പെയിനായിട്ടാണ്. എനിക്കൊരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ എടുത്തപ്പോൾ എനിക്ക് കൈ വേദനിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഓടിക്കാൻ പറ്റി. അതൊരു നല്ല കാര്യമായിട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുക്കുന്നത് യൂസ് കേസാണ്. അതായത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ കോപ്പി ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇരിക്കാനായിട്ട് വലിയ സീറ്റാണ്. ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ടല്ലേ, ശരിക്കും നന്നായി ഇരുന്ന് ഓടിക്കാൻ പറ്റും. അതായത് ഞാൻ പറയുന്നത് ഒരു ബൈക്കിനോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിനോ പകരം വാങ്ങേണ്ട വണ്ടിയല്ല ഇത്. ഇതെന്ന് പറയുന്നത് പർപ്പസ് ബിൽറ്റ് വണ്ടിയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പർപ്പസ്? നിങ്ങൾക്കൊരു ഇലക്ട്രിക് വണ്ടി ചില കുറച്ച് മേടിക്കണം. ഓക്കെ, ഇതിൻ്റെ ബേസ് മോഡൽ 64,990 വാങ്ങിയിട്ട് ടാക്സ് എല്ലാം കൂടി 70,000 കൂടി പോകും. വാങ്ങിയിട്ട് ചാർജ് ചെയ്ത് 150 കിലോമീറ്റർ റേഞ്ച് ആ ബേസ് മോഡലിനില്ല. അതിന് 90 കിലോമീറ്റർ റേഞ്ച് ഉള്ളൂ. എന്നാലും ചെറിയ ചെറിയ ഡെലിവറികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ വണ്ടി മതി. പിന്നെ ഇത് വാങ്ങിയാലുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള കിടിപിടീസാണ്. അതൊന്നും വേണമെന്നുണ്ടോ? 3 കിലോമീറ്റർ ബാറ്ററിക്ക് വേണ്ടത് മേടിക്കാമെന്ന് ഞാൻ പറയും. പിന്നെ TVS Excel എനിക്ക് ഇഷ്ടമാണ്, M80 ഇഷ്ടമാണ്. അങ്ങനെ നോക്കിയാൽ ഇതിനും ആ ഒരു കൗതുകം ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ മുൻവശം കുറച്ചും കൂടി ഒരു സ്ലീക്കായിട്ട് ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നി. അതായത് ലൈറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും ഈ സ്ക്വയറിഷ് വണ്ടിക്ക് സ്ക്വയറിഷ് ആക്കാറുണ്ട്. റൗണ്ട് ആക്കിയത് ഒരു ഇത്തിരി റൗണ്ട് ലൈറ്റ് കുഴപ്പമെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിൽ ഷേപ്പിന് അതൊരു ഇത്തിരി ചേർച്ചയായിട്ട് തോന്നിയില്ല. പിന്നെ ഈ വണ്ടികളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ മൈൻഡിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അറിയാലോ. ഇത് എത്രമാത്രം ഭീകരമായിട്ട് വിൽക്കണം, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ മാർക്കറ്റിലേക്ക് ഇറക്കണം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ലേ ഇവർ ഇറക്കുക. അങ്ങനെ ഇറക്കി വന്നൊരു വണ്ടി എന്ന നിലയ്ക്ക് ഇവർ ഇതിനെ കാര്യമായിട്ട് കാറ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളെ വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ എന്തൂസിയാസം നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നല്ലതാണ്. എന്നാലും ഇതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഇതിൻ്റെ ലുക്കല്ല വർക്കാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ പറയും. കാരണം ലുക്ക് അത്ര എൻ്റെ ഫേവറേറ്റായി തോന്നിയില്ല. പക്ഷേ മോപ്പഡുകൾ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടം നോക്കുമ്പോൾ ഇതും ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലുള്ള പ്ലാസ്റ്റിക് പാനലുകൾ എനിക്ക് അത്ര എൻ്റെ പ്രിയപ്പെട്ട ടേസ്റ്റായിട്ട് തോന്നിയില്ല. പക്ഷേ അത് ഓടിക്കാൻ നല്ലതാണ്. നല്ല രസമായിട്ട് ഓടിക്കാവുന്ന ഒരു കുഞ്ഞു വണ്ടിയാണ്. ആ വണ്ടിയുടെ ഒരു കാര്യമായിട്ട് പറയാൻ പറ്റുക. ആ വിലയ്ക്കുള്ള മൂല്യമുണ്ട് എന്നുള്ള പറയാൻ പറ്റുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓടിച്ചിട്ട് നമുക്ക് ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഓടിച്ചിട്ട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു റൈഡബിലിറ്റിയും അല്ലെങ്കിൽ റൈഡബിലിറ്റിയും ഒക്കെ പറയണം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്നെസ്സും ഇതിൻ്റെ ഒരു മോട്ടറിൻ്റെ ഒരു റെസ്പോൺസും അതുപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ത്രോട്ടിലൊക്കെ ക്രിസ്പാണ്. കൂടാതെ ബ്രേക്സും അത്യാവശ്യം ഡ്രം എന്ന നിലയ്ക്ക് കൊള്ളാവുന്ന ഒരു ബ്രേക്കാണ്. ആ ഒരു 60-50 കിലോമീറ്റർ സ്പീഡ് മുമ്പ് ധാരാളം മതി എന്നുള്ള റൈഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരിത്തിരി സ്റ്റിഫായിട്ട് തോന്നി, അത് ഓക്കെ. പക്ഷേ യൂസ് കേസ് നോക്കുമ്പോൾ കുണ്ടും കൂടിയുള്ള റോഡ് നമുക്ക് വലിയ വീലായതുകൊണ്ട് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും തോന്നിയുള്ളതാണ്. അപ്പോൾ ന്യൂമറസിൻ്റെ പുതിയ വണ്ടിക്ക് ഇതൊക്കെയാണ് കാര്യങ്ങൾ, കാണാനുള്ള കാര്യങ്ങൾ. ഓടിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ പറയുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.